ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി തേങ്ങ വെച്ചിട്ട് എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരമുറി തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ട്യൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 കളറിലുള്ള ട്യൂട്ടി ഫ്രൂട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. കണ്ടൻസ്ഡ് മിൽക്ക് ആകുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ അത് നമ്മൾ മിക്സ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങയും കണ്ടൻസ്ഡ് മിൽക്കൊക്കെ നന്നായിട്ട് യോജിച്ച് വരുന്ന രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്ത് നോക്കിയിട്ട് മധുരം കുറവുണ്ടെങ്കിൽ പിന്നെ വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് തന്നെ വീണ്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കിത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അപ്പോൾ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കും തേങ്ങയും ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അവിടെ മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ മറ്റൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ കൂടി പോവരുത്, കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ച് നോക്കിയിട്ട് മിക്സ് ചെയ്ത് നോക്കുക. എന്നിട്ട് പിന്നെ അതിനാവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കുറച്ചൊരു ലൂസായിട്ടുള്ള ഒരു ബാറ്ററാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ലൂസിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇനി ചൂടായിട്ടുള്ള പാനിലേക്ക് നമുക്ക് കുറേശ്ശായിട്ട് മാവ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് പാൻ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകൾ വശം ഒന്ന് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി വരാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അടച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് കുക്കായി കിട്ടും കേട്ടോ. 1 മിനിറ്റൊക്കെ അടച്ചു വെച്ചാൽ മതി. ഇപ്പോൾ ഇതിവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ മുകൾ വശമൊക്കെ ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഫില്ലിങ് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ 2 സൈഡിൽ നിന്നും ഇങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ റോൾ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഒരു ദോശ നമുക്ക് പുറത്തെടുത്ത് വെച്ച് മറ്റൊരു പാത്രത്തിൽ വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പാനിൽ വെച്ചിട്ട് തന്നെയാണ് റോൾ ചെയ്തെടുക്കുന്നത്. പുറത്തെടുത്ത് വെച്ച് റോൾ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചൂടോട് കൂടി തന്നെ റോൾ ചെയ്തെടുക്കണം കേട്ടോ. എന്നാലുള്ളൂ ഇത് അഴിഞ്ഞു പോവാതെ ഇതുപോലെ ഇങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കുള്ളൂ. എന്നിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് നെയ്യും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മൊരിച്ചെടുക്കാം. 2 സൈഡും നന്നായിട്ട് എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്നത് വരെ ഇതുപോലെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് മൊരിച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതുപോലെ മൊത്തത്തിൽ എല്ലാതും റോൾ ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ എല്ലാം കൂടെ ഒന്ന് മൊരിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തേങ്ങ വെച്ചിട്ട് പൊരിച്ചൊന്നും എടുക്കാതെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.